നമസ്കാരം. 2026 കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇനി ഒരു ദിവസം കൂടി ബാക്കിയുള്ളൂ. 9-ാം തീയതി തിരഞ്ഞെടുപ്പാണ്. പക്ഷേ കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പായിട്ട് BJPക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരുന്നത്. അതിനായിട്ട് ചില മണ്ഡലങ്ങൾ, അതായത് അക്കാലത്തൊക്കെ 2-3 മണ്ഡലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇത്തവണ അത് 30-ന് മുകളിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ വല്ലാത്ത ഒരു വിഷമ ഘട്ടത്തിലാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. എല്ലാ മാധ്യമങ്ങളും ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമ്പോൾ അതിൽ BJP NDA എന്ന കക്ഷിയെ കൂടി ചേർത്തിട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളെല്ലാം നടക്കുന്നത്. മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ ഇടതുപക്ഷം വലതുപക്ഷം അഥവാ LDF UDF എന്ന തരത്തിൽ നേരിട്ടുള്ള മത്സരമല്ല. ഇത്തവണ ഒരു 3-ാം കക്ഷി കൂടി, മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ, മാറ്റി നിർത്താൻ പറ്റാത്ത തരത്തിൽ NDA വളരെ ശക്തി ആർജിച്ചിരിക്കുന്നു എന്ന് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അത് വലുതും ചെറുതുമായിട്ടുള്ളവരെല്ലാം ഒരേപോലെ ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാണ് അവർ അവസാന അടവ് എന്ന തരത്തിൽ ഒരു അഭ്യാസമായിട്ട് വന്നിരിക്കുകയാണ്. അത് പക്ഷേ ഇതിനകം തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ട്. മുൻപ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ പേരെടുത്ത് വിമർശിക്കുന്നത്? മാത്രമല്ല കേരളം മയക്കുമരുന്നിൻ്റെ തലസ്ഥാനമാണ് എന്ന് കടത്തി വരെ പറഞ്ഞിരിക്കുന്നു. സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് സംഘികളാണ്. അത് കടക്കിൽ വെച്ചിട്ട് തന്നെയാണ് കേരളം മയക്കുമരുന്നിൻ്റെ തലസ്ഥാനമാണ് എന്ന തരത്തിൽ ഏതെങ്കിലും BJP നേതാവ് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, കേരളം മയക്കുമരുന്നിൻ്റെ തലസ്ഥാനമാണെന്ന്. ഇവരുടെ ഒരു രീതി വെച്ച് ഇങ്ങനെ കേരളത്തെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും സംസ്ഥാനത്തിന് ഇകഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മുറവിളി കൂട്ടേണ്ടതാണ്. പക്ഷേ ഇതിനെതിരെ അവർ മുറവിളി കൂട്ടിയില്ല. അപ്പോഴേക്കും അടുത്ത് എത്തിക്കഴിഞ്ഞു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നീ പോ മോനെ വിജയ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ തന്നെ അവസാനമായിട്ട് നീ പോ മോനെ വിജയ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതറിഞ്ഞ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡാഷ് മോനെ എനിക്കുള്ള മറുപടി പിന്നെ തരാം എന്ന തരത്തിൽ അതിന് പത്രക്കാരുടെ മുന്നിൽ, മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് കഥയറിയാതെ ചില സംഘികൾ രണ്ടു കൂട്ടരെയും പക്ഷം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കേരള മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ തെലങ്കാന മുഖ്യമന്ത്രിക്ക് എന്ത് കാര്യം എന്ന തരത്തിൽ ഒരു കൂട്ടർ അവരുടെ കൂടെ, തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്ന തരത്തിൽ ഒരു കൂട്ടർ അവരുടെ കൂടെ. ഇതെല്ലാം ഈ ഇടതും വലതും കൂടെ ഒത്തുചേർന്നിട്ടുള്ള അഭ്യാസമാണ് എന്ന് നിങ്ങൾക്ക് എന്തേ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? അവസാന നിമിഷം കാര്യങ്ങൾ തങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒത്തുകളിക്കുന്നതാണിത്. അതായത് മത്സരം ഇടതും വലതും തമ്മിൽ നേരിട്ടാണ്. ഇതിൽ BJPക്ക് ബന്ധമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രസ്താവനകൾ മാധ്യമങ്ങളെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇത് മാത്രമേ നിറഞ്ഞു നിൽക്കുകയുള്ളൂ. ആ കൂടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള BJPയുടെ സ്ഥാനാർത്ഥികളെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യവ്യാപകമായിട്ട് കൈവരിക്കുന്ന വികസനത്തെ പറ്റിയൊന്നും ചർച്ച ചെയ്യാതെ കേവലം ഈ ഉഡായിപ്പ് രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ ജനങ്ങൾ പോകാൻ വേണ്ടി മാത്രമാണ് ഈ അഭ്യാസം കൊണ്ട് അവർ വരുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് സംഘികൾ ഇവരുടെ ആരുടെയും പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. ഇതവർ വലിയ ഉഡായിപ്പ് കാണിക്കുന്നതാണ്. അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞ് നൈസായിട്ട് മറ്റ് ഗ്യാലറിയിൽ ഇരുന്ന് ആ കളി കണ്ടാൽ മാത്രം മതി. ഒരേ നിലവാരമുള്ള ഇന്ത്യ മുന്നണിക്കാരായിട്ടുള്ള സഖ്യകക്ഷികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെലുവാരി എറിയുന്നു. അവരുടെ കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് നൈസായിട്ട് ഒഴിവാക്കിയിടുക. ഇത്തവണ ഘടകകക്ഷികൾക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കുന്നില്ല എങ്കിൽ, മുൻകാലങ്ങളിൽ ചെയ്തിട്ടില്ല എന്നൊന്നും ആരും പറയേണ്ട, സ്വന്തം ഘടകകക്ഷിക്ക് വോട്ട് കൊടുക്കാതെ കണ്ട എതിർ രാഷ്ട്രീയക്കാരൻ, അതായത് അരിവാളിനും കൈപ്പത്തിക്കും കുത്തിയ സംഖ്യകളൊക്കെ ധാരാളമുള്ള ഒരു സ്ഥലം തന്നെയാണ് കേരളം. നിങ്ങളുടെ ആ ഒരു ശൈലി മാറ്റി വെച്ചിട്ട് തങ്ങളുടെ കൂടെ ഏത് ഘടകകക്ഷിയാണെങ്കിലും, അത് BDS ആവട്ടെ അല്ലെങ്കിൽ 2020 ആവട്ടെ, ആ വോട്ട് NDAക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ BJPക്കാണ്, താമരയ്ക്കാണ് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വോട്ട് കൃത്യമായിട്ടും നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് കൊടുത്താൽ ഇത്തവണ കേരളത്തിൽ NDA ചരിത്രം സൃഷ്ടിക്കും. അതിനിടയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പിണറായി വിജയനും കമ്മികളും കൊങ്ങികളും കളിക്കുന്ന ഈ പൊറാട്ട് നാടകത്തിൽ കൊണ്ട് തലവെക്കാതെ ഒഴിവാക്കി വിടുക. പരമാവധി ഇത് നിങ്ങളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഇതിന് വിസിബിലിറ്റി കൊടുക്കാതിരിക്കുക. ഇതവർ ഈ അവസാന നിമിഷം മത്സരം ഇടതും വലതും തമ്മിൽ നേരിട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്ന ഉഡായിപ്പ് മാത്രമാണ്. അതിൽ കൊണ്ട് തല വെച്ചു കൊടുക്കാതിരിക്കുക.